നമസ്കാരം. ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിർമ്മാതാക്കളുടെയും അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറം വൻ വിജയം നേടി മുന്നോട്ട് കുതിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം മാർക്കോ. മലയാളത്തിലെ എക്കാലത്തെയും വലിയ വയലൻസ് സിനിമ എന്ന വിശേഷണവുമായാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തത്. എന്നാൽ മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം ഇനി ഇതാണ് എന്ന നിലയിലേക്ക് റിലീസ് ചെയ്ത ഇടങ്ങളിലെല്ലാം വൻ പ്രതികരണമാണ് മാർക്കോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ഡിസംബർ 20 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മാർക്കോ ഇപ്പോൾ കൂടുതൽ ഇന്ത്യൻ ഭാഷകളിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡ് സിനിമകളെ സൈഡാക്കിക്കൊണ്ട് ഇപ്പോൾ ദേശീയ തലത്തിലും മാർക്കോയ്ക്ക് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുകയും കൂടുതൽ സ്ക്രീനുകളുമായി വിജയകരമായി ഓടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ചിത്രത്തിന്റെ ഹിന്ദി, തെലുങ്ക്, തമിഴ് പതിപ്പുകൾക്ക് പിന്നാലെ കൊറിയൻ പതിപ്പും എത്തിയിട്ടുണ്ട്. ബാഹുബലിക്ക് ശേഷം കൊറിയൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുന്ന തെന്നിന്ത്യൻ ചിത്രമായിരിക്കും മാർക്കോ എന്നും ഏപ്രിലിലായിരിക്കും മാർക്കോയുടെ കൊറിയൻ റിലീസ് ഉണ്ടാകുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വയലൻസിന്റെ അതിപ്രസരമുള്ളതിനാൽ എ സർട്ടിഫിക്കറ്റ് ചിത്രമായാണ് ഇത് എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തിയേറ്ററിൽ ഈ ചിത്രം കാണാൻ അനുമതിയില്ല. മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദൻ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രമുഖരായ നിരവധി പേർ ചിത്രത്തിന്റെ വിജയത്തെ അഭിനന്ദിച്ചും ഉണ്ണി മുകുന്ദനെ പ്രശംസിച്ചും രംഗത്തെത്തുന്നുണ്ട്. ഉണ്ണി മുകുന്ദനോടൊപ്പം ചിത്രത്തിലെ വില്ലന്മാരും വൻ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പ്രധാന വില്ലൻ റോളുകളിലെത്തിയ കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ എന്നിവരുടെ പ്രകടനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായകമായിട്ടുണ്ട്. ക്രിസ്മസിന് മുമ്പ് റിലീസ് ചെയ്ത മാർക്കോ ഇതിനോടകം നിരവധി കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം സ്ക്രീനുകളുടെ എണ്ണവും റിലീസ് ചെയ്യുന്ന ഇടങ്ങളുടെ എണ്ണവും കൂടുന്നതിനാൽ കളക്ഷൻ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാർക്കോയുടെ OTT സംപ്രേഷണ അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഏകദേശം 45 ദിവസങ്ങൾക്ക് ശേഷം OTT പ്ലാറ്റ്ഫോമിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ജനുവരി അവസാനമോ ഫെബ്രുവരിയിലോ മാർക്കോ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തേക്കാം. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എത്ര കോടിക്കാണ് ഈ ഡീല് നടന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമല്ല. വില്ലന്മാർ നായകന്റെ വീട്ടിലേക്ക് എത്തി നടത്തുന്ന നരനായാട്ടാണ് മാർക്കോയുടെ ഹൈലൈറ്റ്. ഇപ്പോൾ തിയേറ്ററുകളിൽ വൻ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വില്ലന്മാർ നെറ്റ്ഫ്ലിക്സ് വഴി വീടുകളിലേക്ക് എത്തുമ്പോൾ വയലൻസ് കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം വയലൻസിന്റെ ആധിക്യം കാരണം ഒഴിവാക്കിയ ചില സീനുകളും OTT റിലീസിൽ ഉണ്ടാകുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതിനാൽ തിയേറ്ററുകളിൽ കണ്ട മാർക്കോയേക്കാൾ കൊടൂരമായിരിക്കും വീടുകളിലേക്ക് എത്തുന്ന മാർക്കോയും വില്ലന്മാരും. മറ്റൊരു ശ്രദ്ധേയമായ നേട്ടവും ഇതിനിടയിൽ ഈ ചിത്രം പിന്നിട്ടിട്ടുണ്ട്. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റേറ്റഡ് മലയാള ചിത്രമായി മാറാൻ മാർക്കോയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അത്.